ഒമാനിലെ വിൽപ്പന വിതരണ മേഖലയിലും സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നു. വരും വർഷങ്ങളിൽ 11,000-ലധികം സ്വദേശികൾക്ക് ഈ മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കും. ഒമാൻ മജ്ലിസ് ശൂറയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം. രാജ്യത്തെ വിതരണ വിൽപ്പന മേഖലയിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ 11,000 സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്തും. ശൂറ കൗൺസിലിലെ മാനവ വിഭവശേഷി വകുപ്പും വിൽപ്പന വിതരണ മേഖലയിലെ സ്വദേശിവൽക്കരണ കമ്മിറ്റിയും വിതരണ കമ്പനി പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. രാജ്യത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണത്തിൽ മജ്ലിസ് ശൂറയുടെ ഇടപെടലുകൾ തൃപ്തികരമായി മുന്നേറുന്ന സാഹചര്യത്തിലാണ് വിൽപ്പന വിതരണ മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കുവാൻ ശൂറയുടെ നേതൃത്വത്തിൽ തീരുമാനമായത്. 2016 കണക്കനുസരിച്ച് 2,01,588 സ്വദേശികളാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. നിർമ്മാണ മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വദേശികൾ തൊഴിലെടുക്കുന്ന രണ്ടാമത്തെ മേഖലയാണിത്. വിൽപ്പന വിതരണ മേഖലയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന സ്വദേശിവൽക്കരണം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മലയാളികളടക്കം ധാരാളം വിദേശികളുടെ ജോലിയെ നേരിട്ട് ബാധിക്കും. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. തായ്ലൻഡിൽ കനത്ത മഴയ്ക്കിടെ ഗുഹയിൽ കുടുങ്ങിയ ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തി. 9 ദിവസമായി ഗുഹയിൽ കുടുങ്ങിയ 13 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. തായ്ലൻഡിൽ പേമാരിക്കിടെ ഗുഹയിൽ കുടുങ്ങിയ ഫുട്ബോൾ താരങ്ങളെയും കോച്ചുകളെയുമാണ് കണ്ടെത്തിയത്. തായ്ലൻഡിൽ പേമാരിക്കിടെ ഗുഹയിൽ കുടുങ്ങിപ്പോയ ഫുട്ബോൾ താരങ്ങളെയും കോച്ചിനെയുമാണ് കണ്ടെത്തിയത്. 9 ദിവസമായി ഇവർ ഗുഹയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 11-നും 16-നും ഇടയിലുള്ള 12 ആൺകുട്ടികളും 25-കാരനായ കോച്ചുമാണ് അപകടത്തിൽപ്പെട്ടത്. ഫുട്ബോൾ പരിശീലനത്തിന് പോയി മടങ്ങി വരും വഴിയാണ് കനത്ത മഴയെ തുടർന്ന് ഇവർ ഗുഹയ്ക്കുള്ളിൽ കയറിയത്. മഴയെ തുടർന്ന് ഗുഹാമുഖം മണ്ണു മൂടുകയായിരുന്നു. 1 ദിവസത്തിന് ശേഷമാണ് സംഘം അപകടത്തിൽപ്പെട്ട വിവരം പുറം ലോകം അറിയുന്നത്. കുട്ടികളുടെ സൈക്കിളും ഷൂസും ഗുഹയ്ക്ക് പുറത്ത് കണ്ടെത്തിയതോടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഗുഹയ്ക്കുള്ളിൽ സംഘം കുടുങ്ങിയ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഡ്രോണുകളടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് സംഘത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. സൗദി അറേബ്യയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 1.2% വളർച്ച കൈവരിച്ചതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. തുടർച്ചയായി 4 പാദങ്ങളിൽ വളർച്ചാ നിരക്ക് മന്ദഗതിയിലായിരുന്നു. അതിനുശേഷം ഈ വർഷം മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ടുകളുള്ളത്. കഴിഞ്ഞ വർഷം സമ്പദ്ഘടന മന്ദഗതിയിലായിരുന്നു. ആഗോള എണ്ണ വിപണിയിലുണ്ടായ തകർച്ച സമ്പദ്ഘടനയെയും ബാധിച്ചു. എന്നാൽ വില തകർച്ചയെ അതിജീവിക്കുന്നതിന് രാജ്യം സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഫലം കൂടിയാണ് ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടായ വളർച്ച എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നത് സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഇതിനു പുറമെ എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കാൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും ഫലം ചെയ്തു. കഴിഞ്ഞ വർഷം എണ്ണ മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം 4.32% തകർച്ചയിലായിരുന്നു. ഇതേ കാലയളവിൽ എണ്ണയിതര മേഖലയിൽ 1.3% വളർച്ച കൈവരിച്ചു. നിർമ്മാണ മേഖല 4.6%, ഖനനം 6.3% വളർച്ച നേടി. കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച വിഷൻ 2030 പദ്ധതി പ്രകാരം നിർമ്മാണം, ഖനനം ഉൾപ്പെടെ എണ്ണയിതര മേഖലകളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പിന് കാരണമെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈറ്റ് ലോകത്ത് 4-മതും അറബ് മേഖലയിൽ 1-മതും. പ്രതിശീർഷ മൊത്തം ആഭ്യന്തര വരുമാനത്തെ അടിസ്ഥാനമാക്കി ലോകബാങ്ക് കണക്കുകൾ പഠനവിധേയമാക്കി. വാൾസ്ട്രീറ്റ് പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ചാണ് ഇത്. 131 രാജ്യങ്ങളുടെ പട്ടിക അനുസരിച്ച് അറബ് ഗൾഫ് മേഖലയിലെ സമ്പന്ന രാജ്യങ്ങളിൽ കുവൈറ്റ് 1-ാം സ്ഥാനത്താണ്. സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈത്ത് ലോകത്തിൽ 4-മത്, ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ 1-മത്. പ്രതിശീർഷ മൊത്തം ആഭ്യന്തര വരുമാനം അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കനുസരിച്ച് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിൽ കുവൈത്ത് 4-ാം സ്ഥാനത്ത്. ലോകബാങ്ക് കണക്കുകൾ പഠനവിധേയമാക്കി വാൾസ്ട്രീറ്റ് പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ചാണ് 131 രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ഇതനുസരിച്ച് അറബ് ഗൾഫ് മേഖലയിൽ സമ്പന്ന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനവും കുവൈത്തിനാണ്. കുവൈത്തിന്റെ പ്രതിശീർഷ മൊത്തം ആഭ്യന്തര വരുമാനം $74,107, അതായത് 51.1 ലക്ഷം രൂപ. എണ്ണയിൽ നിന്നാണ് കുവൈത്തിന്റെ വരുമാനം. കുവൈത്തിന് സമാനമായി എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്ന മറ്റൊരു രാജ്യം ഇല്ലെന്നാണ് ലോകബാങ്ക് വിലയിരുത്തുന്നത്. കുവൈത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 44% എണ്ണ വരുമാനത്തിൽ നിന്നുള്ളതാണ്. എണ്ണ വിലയിലുണ്ടായ ഇടിവ് കുവൈത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെയും ബാധിച്ചിട്ടുണ്ട്. 2011 മുതൽ 2016 വരെ ആഭ്യന്തര ഉൽപാദനത്തിൽ 7.5% കുറവാണ് വരുത്തിയത്. അതേസമയം സമ്പന്ന രാജ്യങ്ങളിലെ അഴിമതി കാര്യത്തിലും കുവൈത്ത് 39-ാം സ്ഥാനത്താണ്. പ്രതിശീർഷ വരുമാന അടിസ്ഥാനത്തിൽ ലോകത്തെ 10 സമ്പന്ന രാജ്യങ്ങൾ സിംഗപ്പൂർ, ബ്രൂണൈ, കുവൈത്ത്, UAE, നോർവേ, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്, ഹോങ്കോങ്, അമേരിക്ക എന്നിങ്ങനെയാണ്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്.
ബഹ്റിനിൽ ഗതാഗത നിയമലംഘനങ്ങൾ ഇനി മുതൽ 1000 ബഹ്റിൻ ദിനാർ പിഴ ഈടാക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയമ ഭേദഗതി ശുപാർശയെ തുടർന്നാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. ബഹ്റിനിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവർക്കുള്ള ജയിൽ ശിക്ഷ പിൻവലിച്ചു. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ജയിൽ ശിക്ഷ പിൻവലിക്കുകയും പിഴ 500 ബഹ്റിൻ ദിനാറിൽ നിന്നും 1000 ബഹ്റിൻ ദിനാറായി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയമാണ് ഭേദഗതി മുന്നോട്ട് വച്ചത്. ഈ നിർദ്ദേശം പാർലമെന്റും അംഗീകരിച്ചിരുന്നു. എന്നാൽ ഷൂറ കൌൺസിൽ അന്ന് ഈ നിർദ്ദേശം തള്ളി. കാലാവധി പൂർത്തിയാക്കുന്ന മന്ത്രിസഭയുടെ അവസാന സമ്മേളനത്തിൽ ഷൂറ കൌൺസിൽ ഈ ഭേദഗതി അംഗീകരിച്ചു. റെഡ് സിഗ്നൽ പാലിക്കാത്തവർക്കും പരിക്കുകൾക്ക് കാരണമാകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്നവർക്കും 1000 ബഹ്റിൻ ദിനാർ പിഴ ശിക്ഷ ലഭിക്കും. നിലവിൽ റെഡ് സിഗ്നൽ ലംഘിക്കുന്നവർക്കും അമിത വേഗതയ്ക്കും 500 ബഹ്റിൻ ദിനാർ പിഴയും 6 മാസം തടവുമായിരുന്നു ശിക്ഷ. ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവരും അപകടങ്ങൾക്ക് കാരണമാകുന്ന ഡ്രൈവർമാരും അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് നൽകാനും പബ്ലിക് പ്രോസിക്യൂഷൻ വിധിക്കുന്ന നഷ്ടപരിഹാരം നൽകാനും ബാധ്യസ്ഥരാണ്. പുതിയ നിയമപ്രകാരം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, അശ്രദ്ധമായി വാഹനമോടിക്കുക, രാത്രികാലങ്ങളിൽ ലൈറ്റില്ലാതെ വാഹനമോടിക്കുക എന്നീ കുറ്റങ്ങൾക്ക് 100 ബഹ്റിൻ ദിനാർ പിഴ ഈടാക്കും. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. സൗദി അറേബ്യയിലെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് അമിത വൈദ്യുതി ബിൽ ലഭിച്ച സംഭവത്തിൽ ഷൂറ കൌൺസിൽ ഇടപെട്ടു. ഇതിന്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിക്ക് ഇന്ന് ഷൂറ കൌൺസിൽ കത്തയച്ചു. വൻതുക വൈദ്യുതി ബില്ലായി ലഭിച്ചതോടെ ഉപഭോക്താക്കളുടെ പരാതി വ്യാപകമായിരുന്നു. അസാധാരണമായി ബിൽ തുക ഉയർന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഷൂറ കൌൺസിലിൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി ഗവർണറോട് വിശദീകരണം തേടി. ഇതു സംബന്ധിച്ച കത്ത് അതോറിറ്റിക്ക് അയച്ചതായി ഷൂറ കൌൺസിലിലെ സാമ്പത്തിക ഊർജ്ജ സമിതി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അൽ റാഷിദ് പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബില്ലുകൾ വിതരണം ചെയ്യുന്നതിൽ നീതി ഉണ്ടാവണമെന്നും ബിൽ തുകയിൽ പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇലക്ട്രിസിറ്റി സേവനം സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അബ്ദുറഹ്മാൻ അൽ റാഷിദ് പറഞ്ഞു. അതേസമയം കടുത്ത വേനൽ ആരംഭിച്ചതോടെ എയർ കണ്ടീഷനുകളുടെ അമിത ഉപയോഗമാണ് വൈദ്യുതി ബിൽ ഉയരാനുള്ള കാരണമെന്നാണ് സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുടെ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അമിത വൈദ്യുതി ബിൽ ലഭിച്ചിട്ടില്ലെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. വൈദ്യുതി, ജലം എന്നിവയ്ക്കുള്ള സബ്സിഡി എടുത്തു കളഞ്ഞതോടെ ബിൽ തുക കഴിഞ്ഞ ഏതാനും വർഷമായി ഉയർന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ദുബായിൽ ജബൽ അലി ഫ്രീ സോണിലെ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ വിസ നടപടികൾ ഇനി 24 മണിക്കൂറിനകം പൂർത്തിയാകും. ജഫ്സിയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവച്ചു. ഇതനുസരിച്ച് വിസ ഇഷ്യൂ ചെയ്യാനും അനുബന്ധ നടപടികൾക്കുമുള്ള സമയം വെറും 24 മണിക്കൂറായി ചുരുങ്ങും. നാഷണൽ ഇൻഡസ്ട്രീസ് പാർക്കിലെ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. കരാർ പ്രകാരം ജാഫ്സയിലെയും NIP-യിലെയും സ്ഥാപനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങളും GDRFI ഉറപ്പുവരുത്തും. 7500 കമ്പനികളിലെ 15000 ജീവനക്കാർക്ക് ഈ തീരുമാനം ഗുണകരമാകും. ആതുര സേവന രംഗത്തെ മികവിന് മലയാളി ഡോക്ടറെ സൗദി അറേബ്യയിലെ അൽ ഹരീഖ് ഗവർണറേറ്റ് ആദരിച്ചു. തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ MH സൈഫുദ്ദീനെയാണ് ആദരിച്ചത്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ അൽ ഹരീഖ് അൽ മുഫേജർ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ MH സൈഫുദ്ദീനെയാണ് ഗവർണർ മുഹമ്മദ് അബ്ദുൽ അസീസ് അൽ ഷാക്കത്ത് പ്രശംസാപത്രവും ഉപഹാരവും നൽകി ആദരിച്ചത്. 23 വർഷമായി ഫാമിലി ഫിസിഷ്യനാണ്. സേവനത്തിലെ മികവും പ്രതിബദ്ധതയും പരിഗണിച്ചാണ് മികച്ച ഡോക്ടറായി തെരഞ്ഞെടുത്തത്. ഹരീഖ് പ്രവിശ്യയിലെ സ്വദേശികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സൈഫുദ്ദീൻ ഡോക്ടറെയാണ്. എനിക്ക് വരുന്ന പേഷ്യൻസ് സൗദികൾ തന്നെയാണ് 90%. അത് കഴിഞ്ഞ് വരുന്ന വിദേശികളുടെ കൂട്ടത്തിൽ മലയാളികളുണ്ടാവും, ബംഗാളികളുണ്ടാവും. ഈ സ്ഥലത്ത് ഒരുപാട് മസ്ര അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളുള്ളതാണ്. അപ്പോൾ ബംഗാളികൾ ഒരുപാട് ഇപ്പം ഇവിടെ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ബംഗാളികൾ തന്നെയാണ്. പിന്നെ യമനികളുണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ, എന്നാൽ കഴിവതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. തീർത്തും ഒരു ഗ്രാമത്തിൽ വളർന്ന എനിക്ക് ഈ പ്രദേശം വളരെ സന്തോഷവും ജോലി ചെയ്യാൻ ഒരുപാട് എനിക്ക് പോസിറ്റീവ് എനർജി തരികയും ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. 2014 മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. വിദേശികൾക്കിടയിലും ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ഡോക്ടർ സജീവമാണ്.
ഹരിക്ക് ഗവർണറേറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ഗവർണർ ഫഹദ് സയ്യിദ് അൽ ഹുവൈലി, ഉമർ സയ്യിദ് അൽ ഹുസൈൻ എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. 364 മില്യൺ ദിനാർ ചെലവിൽ 1234 കിടക്കകളുള്ള ലോകോത്തര നിലവാരത്തിലുള്ള ആസ്പത്രിയുടെ നിർമ്മാണം 3 വർഷം കൊണ്ട് പൂർത്തിയാക്കി. കുവൈറ്റ് ആരോഗ്യ രംഗത്തെ വലിയ പദ്ധതിയായ ജഹ്റ മെഡിക്കൽ സിറ്റി അമീർ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. റെക്കോർഡ് സമയത്തിനുള്ളിലാണ് പദ്ധതി പൂർത്തിയാക്കിയതെന്ന് അമീരി ദിവാൻ മന്ത്രി ഷേഖ് അലി ജറ അൽ സബ പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള കുവൈറ്റ് ആരോഗ്യരംഗത്തെ ബൃഹത്തായ ജഹ്റ മെഡിക്കൽ സിറ്റി അമീർ ഷേഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ രാജ്യത്തിന് സമർപ്പിച്ചു. തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അമീറിനെ കൂടാതെ കിരീടാവകാശി ഷേഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, ദേശീയ അസംബ്ലി സ്പീക്കർ മർസൂഖ് അൽഗാനും, പ്രധാനമന്ത്രി ഷേഖ് ജാബർ അൽ മുബാറക് അൽ സബ, അമീരി ദിവാൻ മന്ത്രി ഷേഖ് അലി ജറ അൽ സബ, ആരോഗ്യമന്ത്രി ഷേഖ് ഡോക്ടർ ബേസിൽ ഹമൂദ് അൽ സബ കൂടാതെ ഭരണകുടുംബത്തിലെ നിരവധി പ്രമുഖരും സന്നിഹിതരായിരുന്നു. 364 മില്യൺ ദിനാർ ചെലവാക്കി 3 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ആശുപത്രിയിൽ ലോകോത്തര നിലവാരത്തിലുള്ള അത്യന്താധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 1234 കിടക്കകളുള്ള കെട്ടിട സമുച്ചയത്തിൽ കുവൈത്തിലെ ഏറ്റവും വലിയ ഗൈനക്കോളജി വിഭാഗവും എമർജൻസി സെന്ററും ബൃഹത്തായ ലബോറട്ടറി സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. 5000 കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഹെലിപ്പാഡും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്വദേശികളോടൊപ്പം നിരവധി വിദേശികൾക്കും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് കണക്കാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആസ്തി മേഖലയിലും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നതായി അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഗ്രീൻ രീതികൾ പിന്തുടരുന്നത് പദ്ധതി ചെലവിൽ അബുദാബി നഗരസഭയ്ക്ക് 110 കോടിയുടെ മിച്ചം ലഭിച്ചതായും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. വികസന പദ്ധതികളിൽ നൂതന വസ്തുക്കൾ ഉപയോഗിച്ചത് പദ്ധതി ചെലവ് കുറയ്ക്കുവാൻ സഹായകരമായിട്ടുണ്ട്. 2011 മുതൽ അബുദാബി നഗരത്തിലെ റോഡുകൾ, പാർക്കുകൾ, അടിസ്ഥാന സൗകര്യ മേഖലകൾ എന്നീ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പദ്ധതികളിൽ സുസ്ഥിര നടപ്പാക്കുന്നതിന് സുസ്ഥിര എഞ്ചിനീയറിംഗ് ഡിസൈനുകളാണെന്ന് ഉറപ്പുവരുത്താറുണ്ടെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. അബുദാബി മുനിസിപ്പാലിറ്റി ആസ്തി മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതായും നഗരസഭാ അധികൃതർ അറിയിച്ചു. പുതിയ സംരംഭങ്ങളും സാങ്കേതിക വിദ്യയും വിലയിരുത്തുന്നതിന് ഗവേഷണ പൈലറ്റ് പദ്ധതികൾ സംഘടിപ്പിക്കുകയും ഗവേഷണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പഠനം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ലുലുവിന്റെ 148ാമത് ഹൈപ്പർ മാർക്കറ്റ് ശാഖ അബുദാബി വേൾഡ് ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങൾ അടങ്ങുന്ന പുതിയ ശാഖ അൽദാർ പ്രോപ്പർട്ടീസ് സിഇഒ തലാൽ അൽ ദിയേബി ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, സിഇഒ സൈഫി റൂബവാല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അബുദാബിയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന അബുദാബി സൂഖ് എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെന്ററിൽ 1,00,000 ചതുരശ്ര അടി വലുപ്പത്തിലാണ് പുതിയ ലുലു ആരംഭിച്ചത്. ഞായറാഴ്ച അന്തരിച്ച റാഖ് രാജകുടുംബാംഗമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖാസിമിക്ക് പ്രാർത്ഥനകളോടെ വിട. റാസൽ ഖൈമ ഭരണാധികാരി ഷെയ്ഖ് സയ്യിദ് ബിൻ സഖർ അൽ ഖാസിമി, കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൗദ് ബിൻ സഖർ അൽ ഖാസിമി എന്നിവരുടെ നേതൃത്വത്തിൽ റാസൽ ഖൈമ ഷെയ്ഖ് സയ്യിദ് പള്ളിയിൽ മരണാനന്തര ചടങ്ങുകൾ നടന്നു. തുടർന്ന് എമിറേറ്റിലെ അൽ ഖാസിം സിമിത്തേരിയിൽ ഖബറടക്കി. വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളടക്കം നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. അജ്മാനിൽ ടൂറിസം ഫീസ് 10% നിന്ന് 7% കുറച്ചു. സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. ജൂലൈ 1 മുതൽ ഈ വർഷം ഡിസംബർ 31 വരെയാണ് കുറഞ്ഞ ഫീസ് നിരക്ക് പ്രാബല്യത്തിലുണ്ടാകുക. ഈ കാലയളവിൽ എമിറേറ്റുകളിലെ എല്ലാ ഹോട്ടലുകൾക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ടൂറിസം ഫീസ് കുറയ്ക്കണം. ഇത് ബില്ലിൽ കാണിക്കുകയും വേണം. ടൂറിസം ഫീസ് 3% കുറയ്ക്കുന്നുണ്ടെന്ന് ജൂണിൽ അജ്മാൻ കിരീടാവകാശി അറിയിച്ചിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ 3 മാസത്തേക്ക് UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവരെ സഹായിക്കാനായി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം അസോസിയേഷൻ പ്രസിഡന്റ് EP ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. രാവിലെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റ് രാജ്യക്കാരെയും നിയമോപദേശവും മാർഗനിർദ്ദേശങ്ങളും നൽകി സഹായിക്കുമെന്ന് EP ജോൺസൺ അറിയിച്ചു. 9 മുതൽ 1 വരെയും വൈകിട്ട് 5 മുതൽ 9 വരെയും ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. കുവൈറ്റിൽ ഗുരുതരമായ വാഹനാപകടങ്ങൾക്കല്ലാതെ ചെറിയ വാഹനാപകടങ്ങൾക്ക് ഇനി മുതൽ പെട്രോൾ പോലീസിനെ കാത്തു നിൽക്കേണ്ടതില്ല. ചെറിയ വാഹന അപകടങ്ങൾക്ക് ഇനി മുതൽ തെളിവെടുപ്പ് നടപടികൾ അതാത് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ തീർപ്പാക്കുന്നതിനുള്ള പുതിയ നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലായി.
ഗുരുതരമായ വാഹന അപകടങ്ങൾക്കല്ലാതെ ചെറിയ വാഹന അപകടങ്ങൾക്ക് ഇനി മുതൽ പെട്രോൾ പോലീസിനെ കാത്തു നിൽക്കേണ്ടതില്ല. ചെറിയ വാഹന അപകടങ്ങൾക്ക് ഇനി മുതൽ തെളിവെടുപ്പ് നടപടികൾ അതാത് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ തീർപ്പാക്കുന്നതിനുള്ള പുതിയ നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലായി. പരീക്ഷണാർത്ഥം മുബാറക്കൽ കബീർ ഗവർണറേറ്റിൽ ജൂൺ 1 മുതൽ നടപ്പിലാക്കിയ നിയമ ഭേദഗതി വിജയകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി എല്ലാ ഗവർണറേറ്റുകളിലും നിയമം പ്രാബല്യത്തിലാക്കിയത് എന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. ചെറിയ വാഹന അപകടങ്ങൾ ഉണ്ടായാൽ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത ശേഷം നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുന്ന വാഹന ഉടമകൾ വാഹനത്തിന്റെ ഫോട്ടോയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തി 20 കുവൈറ്റ് ദിനാർ അടച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി സത്യവാങ്മൂലം നൽകണം. കേസ് തീർപ്പാക്കി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരത്തിലുള്ള നടപടികൾക്ക് തീർപ്പാകും. തെളിവെടുപ്പ് നടത്തേണ്ടത് സംബന്ധിച്ച് വേണ്ട പരിശീലനം ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. നിരത്തുകളിൽ വാഹന ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം ഇത്തരത്തിലുള്ള ചെറിയ വാഹന അപകടങ്ങൾ ഉണ്ടായാൽ വാഹനം മാറ്റാതെ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുകയാണെങ്കിൽ ഇനി മുതൽ പിഴ അടയ്ക്കേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്.